നമസ്തേ. നീറ്റ് 2024 ഈ കഴിഞ്ഞ മെയ് 5-ാം തീയതി ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ജൂൺ 4-ാം തീയതി പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ ഈ പ്രധാന പ്രവേശന പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ കേരളത്തിനകത്തും പുറത്തും നടക്കുന്നു. എന്താണ് ബ്രില്യൻറ്റിന് ഇതിനോടുള്ള സമീപനം? എൻ്റയർ ബ്രില്യൻ ഫാമിലി, ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റീസും ബ്രില്യൻറ്റിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാങ്ക് പുനർനിർണ്ണയിക്കണം. നീറ്റിൻ്റെ സ്കോറിനനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധപ്പെടുത്തിയ രീതി തികച്ചും പ്രതിഷേധാർഹമാണ്. എന്തൊക്കെയാണ് വാസ്തവങ്ങൾ നമുക്ക് നോക്കി അറിയാം. നീറ്റ് 2024 എങ്ങനെയാണ് ഇത്രയധികം ഉയർന്ന സ്കോർ ലഭിച്ചത്? ആദ്യം അതിൻ്റെ വാസ്തവത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഏറ്റവും സിമ്പിളായിട്ട് നടന്ന, ഏറ്റവും ഡയറക്റ്റായിട്ട് നടന്ന, ഏതൊരു കുട്ടിക്കും 720 എത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു എക്സാം തന്നെയാണ് നീറ്റ് 2024. അപ്പോൾ ഇത്രയധികം കുട്ടികൾക്ക് ഇത്രയും ഉയർന്ന സ്കോർ കിട്ടിയതിൽ ബ്രില്യൻ ടീമിന് യാതൊരു അസ്വാഭാവികതയും തോന്നുന്നില്ല. കാരണം മെയ് 5-ാം തീയതി നീറ്റ് എക്സാം 5:30 കഴിഞ്ഞതിന് ശേഷം 6 മണിയോടുകൂടി തന്നെ ഏതാണ്ട് 99% കൃത്യമായിരുന്ന ഒരു ആൻസർ കീ ബ്രില്യൻ പ്രസിദ്ധപ്പെടുത്തുകയും ഈ വർഷം ഏറ്റവും ഉയർന്ന മാർക്കായിരിക്കും നീറ്റ് 2024 ലഭിക്കുന്നത്. അത് 720 തന്നെ ധാരാളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം തന്നെ നമ്മൾ 720 4ഓളം വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് പറയുകയും അതനുസരിച്ച് നാഷണൽ ലെവലിൽ ധാരാളം മാർക്ക് ഉയരും എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ അവരുടെ അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നീറ്റിന് മുൻ വർഷങ്ങളിൽ നിന്നും വളരെയധികം ഉയർന്ന മാർക്ക് ലഭിച്ചതും അതിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു 35% വിജയം കൂടുതൽ ലഭിച്ചതും ചെയ്തതിൽ തീർച്ചയായിട്ടും അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്, അർഹിച്ചിരുന്നതുമാണ്. എന്നാൽ ഇത്രയധികം ഉയർന്ന വിജയം ഉണ്ടായിട്ടും അമിത ആഹ്ലാദത്തിലോട്ട് കടക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു വിജയാഘോഷങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത് നീറ്റ് 2024 എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് വിശകലനം ചെയ്യുകയായിരുന്നു. നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ലഭിച്ചിരിക്കുന്നതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ധാരാളം അപാകതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നീറ്റ് നടത്തിയ രീതിയെയോ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെയോ NTA നാം വിമർശിക്കുന്നില്ല. പക്ഷേ നീറ്റ് എക്സാം റിസൾട്ടിനെ കൃത്യമായും ഞങ്ങൾ വിമർശിക്കുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ധാരാളം അനാവശ്യ ധൃതികളും പാകപ്പിഴകളും സംഭവിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? നീറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ബോണസ് മാർക്ക് എന്ന സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നു. ഇൻഫർമേഷൻ ബുള്ളറ്റിനിലോ റാങ്ക് പ്രസിദ്ധപ്പെടുത്തിയതിലോ യാതൊരു തരത്തിലും വിശദീകരണം നൽകാതെ കുറേ അധികം കുട്ടികൾക്ക് ബോണസ് മാർക്ക് നൽകിയിരിക്കുന്നു. പരീക്ഷാ നടത്തിപ്പിൽ താമസം നേരിട്ടതിൽ തുടർന്ന് ഹൈക്കോടതിയുടെ വിധിപ്രകാരം ഹൈക്കോടതിയിൽ കേസ് കൊടുത്തവർക്ക് മാത്രം കൊടുത്തു എന്നുള്ളതാണ് നീറ്റ് NTA വിശദീകരണം. അതൊരു ട്വീറ്റായിട്ട് NTA പറയുന്നുണ്ടെങ്കിൽ പോലും ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് ഏതൊക്കെ രീതിയിൽ കൊടുത്തു എന്നുള്ളത് ഇതുവരെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പറയാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഒരു ആൻസർ കീ ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത് അത് അപ്ലൈ ചെയ്തവർക്ക് മാത്രമല്ല, നീറ്റ് എക്സാം എഴുതിയ എല്ലാ കുട്ടികളെയും ഒരേ കണ്ണുകൊണ്ട് ഒരേ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ഒരേ രീതിയിൽ പരിഗണിക്കണമെന്നുള്ളത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അറിയാത്തതല്ല. പകരം കുറേ അധികം കുട്ടികൾക്ക് ബോണസ് മാർക്ക് നൽകിയ രീതി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 715, 710, 700 മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് അർഹമായതിനേക്കാളും 500, 600 റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് കുറവാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ലക്ഷ്യമാണ് എയിംസ്, ന്യൂഡൽഹി അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാനുള്ള ഏറ്റവും അധികം മാർക്ക് 720 മാർക്ക് ലഭിച്ചാലും ആ സ്ഥാപനത്തിൽ പ്രവേശന സാധ്യതകൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് എത്രത്തോളം വേദനാജനകമാണ്. അതുപോലെ തന്നെ 720 67ഓളം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയും ആ ഒരേ മാർക്ക് വന്നിരിക്കുന്നതിനനുസരിച്ച് റാങ്ക് തീരുമാനിച്ചപ്പോൾ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡർ അനുസരിച്ച് റാങ്ക് തീരുമാനവും NTA പുനഃപരിശോധിക്കേണ്ടതാണ്. കാരണം ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഒരിടത്തും പറയാത്തതും ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ പറയാത്തതുമായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ആദ്യ ദിവസം തന്നെ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്താത്ത ആപ്ലിക്കേഷൻ നമ്പറിനനുസരിച്ച് റാങ്ക് തീരുമാനിക്കുന്ന ആ ഒരു തീരുമാനം NTA എപ്പോഴാണ് കൈക്കൊണ്ടതെന്നുള്ളതും ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ജൂൺ 4 പ്രാധാന്യം
നാഷണൽ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വളരെ തിരക്കിട്ട് ഒഫീഷ്യൽ ആൻസർ കീ വന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം 5-6 മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ധൃതി പിടിച്ച് പ്രസിദ്ധപ്പെടുത്തിയതിന് പിന്നിലും NDA ആരെയോ പേടിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ധൃതി പിടിച്ച ഒരു ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചത്. ബോണസ് മാർക്ക് അനാവശ്യമായി കുറച്ച് കുട്ടികൾക്ക് മാത്രം നൽകിയത്, അത് ഏത് രീതിയിൽ കൊടുത്തു എന്നുള്ളത് പ്രസിദ്ധപ്പെടുത്താത്തത്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിനനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്ക് തീരുമാനിച്ച രീതി, ഇത് മൂന്നും പ്രതിഷേധാർഹം തന്നെയാണ്. അതുകൊണ്ട് NDA ഇനിയെങ്കിലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഓൾ ഇന്ത്യ റാങ്ക് പുനഃപരിശോധിച്ച് പുനർനിർണയിച്ച് ഓൾ ഇന്ത്യ റാങ്ക് പുനഃപ്രസിദ്ധീകരിക്കണമെന്ന അപേക്ഷയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മുന്നോട്ട് വെക്കാനുള്ളത്. ഇനി ബ്രില്യൻറ്റ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യം. മെയ് 5-ാം തീയതി നീറ്റ് എക്സാം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നീറ്റിൻ്റെ കട്ട് ഓഫിന് ഇത്രയധികം മാറ്റമുണ്ടായിരിക്കും. മുൻ വർഷങ്ങളിൽ നിന്നും 50-60 മാർക്കുകളോളം കട്ട് ഓഫ് ഉയർന്നേക്കാം എന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിൽ നമുക്ക് മെയ് 6-ാം തീയതി തന്നെ ഏതാണ്ട് ടോപ്പേഴ്സിനെ ഒരു 700 അല്ലെങ്കിൽ 690 മാർക്ക് വരെ കിട്ടിയ ഒരു എണ്ണം നമ്മൾ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. തൊട്ടടുത്ത ദിവസം തന്നെ ബാക്കിയുള്ള ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും കേരള റാങ്കിൻ്റെയും ഒക്കെ സാധ്യതകൾ നമ്മൾ പരിശോധിച്ചുവെങ്കിലും പിന്നീട് അത് പ്രസിദ്ധീകരിക്കേണ്ട എന്ന തീരുമാനമാണ് ഉണ്ടായത്. കാരണം യഥാർത്ഥത്തിൽ ഉള്ള സംഭവം യാഥാർത്ഥ്യം മനസ്സിലാക്കി അവരെ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി എന്താണ് സാഹചര്യമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിലോട്ട് നടക്കാനെന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ നിമിഷം തന്നെ നമ്മളത് NDA ഒഫീഷ്യലായി അറിയിക്കുകയും ചെയ്തു. ഈ വർഷം മുൻ വർഷങ്ങളിൽ നിന്നേക്കാളും വളരെ ഉയർന്ന മാർക്കായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊരു കൗൺസിലിംഗ് രീതികൾ, ഒരു കൗൺസിലിംഗ് പ്രസിദ്ധീകരിക്കണം. CBSE ബോർഡ് എക്സാമിനൊക്കെ യഥാർത്ഥ കൗൺസിലിംഗ് സെൻറ്ററുകൾ ഉള്ളതുപോലെ കൗൺസിലിംഗ് തന്നെ നടത്തി എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എങ്ങനെയാണ് ഇത്രയധികം കുട്ടികൾ ഈ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെപ്പറ്റിയുള്ള ആശങ്കകൾക്കെല്ലാം നല്ലൊരു കൗൺസിലിംഗ് രീതികൾ തന്നെ നടത്തി മറ്റുള്ള സാധ്യതകളെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം റാങ്ക് ലിസ്റ്റിലോട്ട് എത്താൻ എന്നുള്ളത് നമ്മൾ വ്യക്തമായി അവരെ ഒഫീഷ്യൽ ലെറ്ററുകൾ വഴി തന്നെ NDA അറിയിച്ചതാണ്. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ പറഞ്ഞതിൽ നിന്നും വിപരീതമായിട്ട് ജൂൺ 4-ാം തീയതി വളരെ തിടുക്കപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റിസൾട്ട് പ്രസിദ്ധപ്പെടുത്തുകയാണ് ചെയ്തത്. ജൂൺ 5-ാം തീയതി രാവിലെ തന്നെ ഒഫീഷ്യലായിട്ട് നേരിട്ട് തന്നെ ഇതിൻ്റെ ലെറ്ററുകൾ NDAക്ക് കൈമാറുകയും അത് ഇമെയിൽ വഴി തന്നെ അറിയിക്കുകയും, കാരണം റാങ്ക് നിർണയത്തിൻ്റെ രീതി, ബോണസ് മാർക്കിൻ്റെ രീതി, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ അനുസരിച്ചുള്ള റാങ്ക് നിർണയത്തിൻ്റെ രീതി, പല പരീക്ഷാ സെൻറ്ററുകളിലും താമസിച്ചാണ് പരീക്ഷ നടന്നത്. കേരളത്തിലും 12ഓളം സെൻറ്ററുകളിൽ അരമണിക്കൂറും 3/4 മണിക്കൂറും താമസിച്ചാണ് എക്സാം എഴുതാനുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ എല്ലാവരെയും പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായും NDA അറിയിക്കുകയും ഇത് പരിഗണിക്കാമെന്നുള്ളത് അവരിൽ നിന്ന് ഉറപ്പായി ഞങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം കൂടി കാത്തിരിക്കുകയാണ്. NDA ഇത് പുനഃപരിശോധിക്കാം. ഈ 2 കാര്യങ്ങൾ, കുറച്ച് കുട്ടികൾക്ക് മാത്രമായിട്ട് ബോണസ് മാർക്ക് കൊടുത്ത രീതിയും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ അനുസരിച്ച് റാങ്ക് നിർണ്ണയിക്കുന്ന തീരുമാനവും പുനഃപരിശോധിക്കാമെന്നുള്ള ഉറപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അല്പം കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. അവരിൽ നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്ക് പുനഃപരിശോധിച്ചില്ലെങ്കിൽ കൃത്യമായും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതിൽ ഇടപെടുകയും ഇതിന് നീതി നേടിയെടുക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ നിലവിൽ നല്ല റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പേടി തോന്നിയേക്കാം, അവരുടെ റാങ്കിങ്ങിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ റാങ്ക് വളരെയധികം ഉയരുകയേ ചെയ്യുകയുള്ളൂ. 716 കിട്ടിയ കുട്ടികൾക്കും 715, 710, 700 ഒക്കെ കിട്ടിയ വിദ്യാർത്ഥികളും നിങ്ങളുടെ റാങ്ക് 300, 400 ഉയരുക തന്നെ, നല്ല റാങ്കിലോട്ട് മാറുകയേ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ 680, 650 ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് അവരുടെ റാങ്ക് കൂടുതൽ ബെറ്റർ ആവുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിലവിലുള്ള റാങ്കിനേക്കാളും നല്ല റാങ്ക് ആയിരിക്കും റാങ്ക് പുനർനിർണ്ണയിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുക. നീറ്റ് 2024 ക്വസ്റ്റ്യൻ ചോർന്നിരുന്നു എന്നുള്ള ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ പ്രചാരത്തിനെ പറ്റി കൃത്യമായുള്ള യാതൊരു വസ്തുതകളും നമുക്ക് അറിയില്ലാത്തതിനാൽ അങ്ങനെ ഒരു സാധ്യത NDA പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നതിനാലും അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിനോ അവരിൽ നിന്നുള്ളൊരു പ്രതികരണത്തിനോ നമുക്ക് സാധ്യമായിട്ടില്ല. ഓരോ കുട്ടികളുടെയും ഓരോ രക്ഷിതാക്കളുടെയും മനോവികാരങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഉയർന്ന റാങ്കുകൾ ഉണ്ടായിട്ടും ഉയർന്ന വിജയശതമാനം ഉണ്ടായിട്ടും നമ്മളിപ്പോഴും ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂടെ തന്നെയാണ്. അമിത ആഹ്ലാദ പ്രകടനങ്ങൾക്കൊന്നും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മുന്നോട്ട് പോകുന്നില്ല. നമുക്കൊരുമിച്ച് നിങ്ങളോടൊപ്പം തന്നെ നിന്ന്
നീറ്റ് 2024 കാരണം നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള കഠിന പ്രയത്നം, നിങ്ങളുടെ കഠിനാധ്വാനം അതിന് തീർച്ചയായിട്ടും വില മതിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് നീറ്റ് 2024 കൃത്യമായിട്ടുള്ള ഒരു റാങ്കിംഗ് സിസ്റ്റവും ഒരു അലോട്ട്മെൻറ്റ് രീതിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച രീതി തികച്ചും പ്രതിഷേധാർഹമാണ്. ബോണസ് മാർക്കിംഗ് കുറച്ച് കുട്ടികൾക്ക് മാത്രമായിട്ട് നൽകിയ രീതിയും ആപ്ലിക്കേഷൻ നമ്പർ അസെൻഡിങ് നമ്പർ അനുസരിച്ച് കൊടുത്ത രീതിയും മാറ്റേണ്ടതാണ്. റാങ്ക് പുനർനിർണ്ണയിക്കേണ്ടതാണ്. എൻറ്റയർ ബുർലൻ ഫാമിലിയും അതോടൊപ്പം തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഇത് തന്നെയാണ്. ഇതിന് ഏതൊക്കെ രീതിയിലാണോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ രീതിയിലെല്ലാം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.